ഏവർക്കും ഇന്ത്യ മിററിന്റെ ഫാക്ട് ചെക്കിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലാണ്. കഴിഞ്ഞ 25 വർഷമായി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കണ്ടറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളക്കുളം പഞ്ചായത്തിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന് മുന്നിലാണ്. മുൻപ് ഇത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ പുറകിൽ കാണുന്ന കെട്ടിടമാണ് ഇതിനു മുൻപ് ഈ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രവർത്തിച്ചിരുന്ന വാടക കെട്ടിടം. 2024 അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഈ കാണുന്ന പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂഴിക്കോൽ സെന്റ് മാർത്താസ് UP സ്കൂളിന്റെ പാചകപ്പുരയുടെ മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് പൂഴിക്കോൽ സെന്റ് മാർത്താസ് UP സ്കൂളിന്റെ പാചകപ്പുര പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂഴിക്കോൽ 54-ാം നമ്പർ അംഗൻവാടിയുടെ മുന്നിലാണ്. 2022-23 അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് മുന്നിലാണ്. മുട്ടുച്ചിറയിൽ ആദ്യം ഇതൊരു വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഫണ്ട് അനുവദിക്കുകയും തുടർന്ന് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകുകയും ചെയ്ത് ഇപ്പോൾ കടുത്തുരുത്തിയിൽ ഒരു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തി ബൈപ്പാസിലാണ്. കടുത്തുരുത്തി ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമെന്നോണം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എന്ന ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തിൽ മാത്രം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു ബൃഹത് പദ്ധതി കൂടിയാണ് കടുത്തുരുത്തി ബൈപ്പാസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തി ജലഭവന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിട സമുച്ചയമാണ് കടുത്തുരുത്തി ജലഭവൻ. അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ക്വാളിറ്റി കൺട്രോൾ സബ് ഡിസ്ട്രിക്ട് ലാബ് തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് കടുത്തുരുത്തി ജലഭവൻ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പരിശ്രമത്തിന്റെ ഫലമായാണ് PWD, കൃഷിഭവൻ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് തുടങ്ങി എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നത് പോലെ മിനി സിവിൽ സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച പുതിയ സബ് രജിസ്ട്രാർ കെട്ടിടമാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്ക് ഓഫീസ് കെട്ടിടമാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തി PWD റെസ്റ്റ് ഹൗസിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കെട്ടിട സമുച്ചയമാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞീഴൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെ മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ശ്രമഫലമായാണ് ഞീഴൂരിൽ ഈ കാണുന്ന സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി സാക്ഷാത്കരിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞീഴൂർ IHRD കോളേജിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഞീഴൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലയോലപ്പറമ്പ് കൂത്താട്ടുകുളം റോഡാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച BM and BC നിലവാരത്തിലുള്ള റോഡാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുവയിലെ ഗവൺമെന്റ് ITIയുടെ മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കാണുന്ന ഗവൺമെന്റ് ITI പെരുവയിൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുവ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സർക്കാരിന്റെ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ചാണ് പെരുവയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂളിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ടും വിനിയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെളിയന്നൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പരിശ്രമ ഫലമായാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സർക്കാർ ആയുർവേദ ആശുപത്രി സേവനങ്ങൾ ലഭ്യമായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരീക്കര സെന്റ് റോക്കീസ് UP സ്കൂളിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വികസന ഫണ്ട് ഈ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണത്തിനും മറ്റുമായി വിനിയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് KR നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉഴവൂരിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വികസന ഫണ്ട് വിനിയോഗിച്ച് ഹോസ്പിറ്റൽ ആധുനികവൽക്കരിക്കുകയും ഇപ്പോൾ KR നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ശ്രമഫലമായി ഇലക്കാട് വില്ലേജ് ഓഫീസ് ഇപ്പോൾ സ്മാർട്ട് ഇലക്കാട് വില്ലേജ് ഓഫീസായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആണ് കിടങ്ങൂരിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന ആശയം ആദ്യമായി ഉന്നയിക്കുന്നത്. ശേഷം അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണവും കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും ചെയ്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറുവിലങ്ങാട് 400 kV സബ്സ്റ്റേഷന് മുന്നിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനുകളിൽ ഒന്നാണ് കുറുവിലങ്ങാട് 400 kV സബ്സ്റ്റേഷൻ. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA എന്ന വ്യക്തിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം കുറുവിലങ്ങാട് നടപ്പിലായ ഒരു പദ്ധതി കൂടിയാണ് 400 kV സബ്സ്റ്റേഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ മുന്നിലാണ്. കടുത്തുരുത്തിയെ വിജ്ഞാന വിനോദ ഭൂപടത്തിൽ രേഖപ്പെടുത്താവുന്ന വിപ്ലവകരമായൊരു പദ്ധതിയാണിത്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയുടെ നേതൃത്വത്തിലാണ് ഇതിനായി കുറുവിലങ്ങാട് സ്ഥലം കണ്ടെത്തിയത്. ഇപ്പോൾ ഇതാ സയൻസ് സിറ്റിയുടെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടല്ലോ. കഴിവതും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ മിററിനു വേണ്ടി കടുത്തുരുത്തിയിൽ നിന്നും ഹരിത.